വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ഉൾപ്പെടെ അമേരിക്കൻ സ്വപ്നം കാണുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണുള്ളത്. ഇവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള കണക്കുകളാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരൊറ്റ സാമ്പത്തിക വർഷത്തിനിടെ അമേരിക്ക റദ്ദാക്കിയത് 1,00,000-ലധികം വിസകളാണ്. അതെ, 1,00,000-ലധികം നോൺ ഇമിഗ്രന്റ് വിസകൾ. ഓവർ സ്റ്റേ, മദ്യപിച്ച് വാഹനമോടിക്കൽ, മോഷണം തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ വിസ റദ്ദാക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ 150% വർധനവുണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം വിസകൾ പെട്ടെന്ന് റദ്ദാക്കുന്നത്? H1B അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസകളിൽ അവിടെ കഴിയുന്നവരെ ഇത് ബാധിക്കുമോ? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റദ്ദാക്കപ്പെട്ട വിസകളിൽ ഭൂരിഭാഗവും നോൺ ഇമിഗ്രന്റ് വിഭാഗത്തിൽ പെടുന്നവയാണ്. അതായത് വിനോദസഞ്ചാരത്തിനോ പഠനത്തിനോ അല്ലെങ്കിൽ താൽക്കാലിക ജോലികൾക്കോ വേണ്ടി നൽകുന്ന വിസകൾ. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ പ്രകാരം വിസ ലഭിച്ചതിനു ശേഷം നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മുൻകരുതലായുള്ള വിസ റദ്ദാക്കൽ എന്ന സാങ്കേതിക പദമാണ് ഈ നടപടിയെ വിശേഷിപ്പിക്കുന്നതിനായി അധികൃതർ ഉപയോഗിക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾക്ക് വിസ ലഭിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നീട് മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ വിസ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് പിന്നീട് കണ്ടെത്തുകയോ ചെയ്താൽ അവരുടെ വിസ ഉടനടി റദ്ദാക്കപ്പെട്ടേക്കാം. പലപ്പോഴും വിസ ഉടമ ഇത് അറിയുന്നത് വിമാനത്താവളത്തിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിൽ പോയി തിരികെ വരാൻ ശ്രമിക്കുമ്പോഴോ ആയിരിക്കും. വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടരുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക, അക്രമം, മോഷണം തുടങ്ങിയവയാണ് വിസ റദ്ദാക്കാനുള്ള പ്രധാന 4 കാരണങ്ങളെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി വക്താവ് ടോമി പിഗോട്ട് വ്യക്തമാക്കി. 2024 അപേക്ഷിച്ച് വിസ റദ്ദാക്കുന്നതിൽ 150% വർധനവുണ്ടായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. H1B, L1B, O1 തുടങ്ങിയ സ്പെഷ്യലൈസ്ഡ് വിസ കാറ്റഗറികളിൽ റദ്ദാക്കപ്പെട്ടവയിൽ പകുതിയോളം മദ്യപിച്ച് വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ്. അക്രമം, മോഷണം, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം, മയക്കുമരുന്ന് കേസുകൾ, തട്ടിപ്പ്, സാമ്പത്തിക ക്രമക്കേടുകൾ എന്നിവയാണ് വിസ റദ്ദാക്കലിലേക്ക് നയിച്ച മറ്റ് കാരണങ്ങൾ. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത വളരെ ഗൗരവമുള്ളതാണ്. കാരണം അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ വിസ അപേക്ഷകൾ അയക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അടുത്തിടെയായി അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ ഭരണകൂടം കർശന നടപടികളാണ് സ്വീകരിക്കുന്നത്. അനധികൃതമായി അമേരിക്കയിൽ തങ്ങുന്ന ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ പ്രത്യേക ചാർട്ടേഡ് വിമാനങ്ങൾ വരെ അയച്ചു തുടങ്ങിയ കാര്യം നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് വിസ പരിശോധനകളും കർശനമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്റ്റുഡന്റ് വിസയിൽ പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ ചെന്ന് നിയമലംഘനങ്ങളിൽ ഏർപ്പെടുകയോ അനുവദിച്ചതിലും കൂടുതൽ സമയം ജോലി ചെയ്യുകയോ ചെയ്താൽ അത് വിസ റദ്ദാക്കലിലേക്ക് നയിച്ചേക്കാം. അതുപോലെ H1B വിസക്കാർക്കും തൊഴിൽപരമായ രേഖകളിൽ കൃത്യതയില്ലെങ്കിൽ പിടിവീഴാം. മറ്റൊരു പ്രധാന കാര്യം അമേരിക്കൻ വിസ നയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ്. ട്രംപ് അധികാരത്തിൽ എത്തിയതിനു ശേഷം കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാനുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചത്. അതിനാൽ അമേരിക്കയിൽ ഉള്ളവരും പോകാൻ ആഗ്രഹിക്കുന്നവരും തങ്ങളുടെ രേഖകൾ കൃത്യമാണെന്നും അമേരിക്കൻ നിയമങ്ങൾ, പ്രത്യേകിച്ച് ട്രാഫിക് നിയമങ്ങൾ പോലും ലംഘിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. വിപുലമായ പരിശോധനകൾ, സോഷ്യൽ മീഡിയ പരിശോധന, തുടർച്ചയായ നിരീക്ഷണം എന്നിവയിലൂടെ ഭരണകൂടം വിസ നടപടികൾ കർശനമാക്കിയിട്ടുണ്ട്. ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിയമ നടപടി നേരിട്ടവരുടെ 8,000 വിദ്യാർത്ഥി വിസകളും 2,500 സ്പെഷ്യലൈസ്ഡ് വിസകളും ഉൾപ്പെടെ 1,00,000-ലധികം വിസകൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കിയിട്ടുണ്ടെന്നും അമേരിക്കയുടെ സുരക്ഷയ്ക്കായി ഇത്തരം കുറ്റവാളികളെ നാട് കടത്തുന്നത് തുടരുമെന്നും എക്സ്പോസ്റ്റിലൂടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. വിസ കിട്ടിയതോടെ സേഫ് ആയി എന്ന് കരുതുന്ന കാലം കഴിഞ്ഞു എന്ന സൂചനയാണ് ഈ കണക്കുകൾ നൽകുന്നത്. നിയമപരമായ മാർഗത്തിലൂടെയുള്ള കുടിയേറ്റത്തെ അമേരിക്ക സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയൊരു പിഴവ് പോലും വിസ നഷ്ടപ്പെടാൻ കാരണമായേക്കാം. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.